നമസ്കാരം. കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ബോർഡുകളിൽ 60% കന്നഡ ഭാഷ ഉപയോഗിക്കണമെന്ന ഒരു ഉത്തരവ് അത് ബംഗളൂരു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ബംഗളൂരു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കെമ്പഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ അക്രമാസക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കന്നഡ അനുകൂല സംഘടനകൾ. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ആൾക്കൂട്ടമാണ് ഹോട്ടലുകൾക്കും കടകൾക്കും മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ തകർത്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്നതാണ് ഈ തീവ്ര കന്നഡ അനുകൂല സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ചിലയിടങ്ങളിൽ ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ കറുത്ത പെയിന്റ് അടിച്ച് വികൃതമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഫെബ്രുവരി 28-നുള്ളിലാണ് ബോർഡുകളിൽ 60% കന്നഡ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അത്രയും സമയപരിധി ഉണ്ടായിട്ടാണ് അതിനിടയിൽ തിടുക്കപ്പെട്ടുകൊണ്ട് ഭാഷാ അനുകൂലികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത് പാലിച്ചില്ല എങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുകൂടി ബംഗളൂരു കോർപ്പറേഷന്റെ ചീഫായ കമ്മീഷണർ തുഷാർ ഗിരിനാഥ് അറിയിച്ചിരുന്നു. ഈ നിബന്ധന നേരത്തെയും കർണാടകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കടുത്ത എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. പക്ഷെ കർണാടകയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും കന്നഡ പഠിക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒക്ടോബറിൽ പറഞ്ഞതിന് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും ഭാഷാ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹിന്ദി ഭാഷയുടെ പേരിൽ തമിഴ്നാട് ബീഹാറും തമ്മിൽ കൊമ്പ് കോർത്തത്. അതേ തുടർന്നുള്ള തർക്കങ്ങൾ ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് കർണാടകയിലും കന്നഡ ഭാഷയുടെ പേരിൽ വീണ്ടും വിവാദമാളുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.